ഹായ് ഓൾ, എല്ലാവർക്കും SSCRT ക്യാപ്സ്യൂൾസ് എന്ന പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്നത്തെ PSC പരീക്ഷാക്കാലത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് SSCRT. SSCRT കീറി മുറിച്ചുള്ള PSC ക്വസ്റ്റ്യൻസാണ് നമുക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് SSCRT പഠിക്കുക എന്നുള്ളത്. സോ പഴയ PSC പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പഴയ SSCRTയുടെ ഫോളോ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് എന്തും കൂടിയുണ്ട്, പുതിയ SSCRT കൂടി വന്നിട്ടുണ്ട്. ഓൾറെഡി 5, 7, 9 ക്ലാസ്സുകളെല്ലാം മാറി അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം PSC ഇട്ട് തുടങ്ങുകയും ചെയ്തു. ഇനി മാറിയിരിക്കുന്നതാണ് 6, 8, 10 ക്ലാസ്സുകളിലെ SSCRT കൂടി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകൾക്കും നമുക്ക് പഴയ SCRT പഠിക്കണം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുതിയ SSCRTയും പഠിക്കണം. ഞാൻ ഇന്നിവിടെ പുതിയ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സീരീസിൽ നമ്മൾ SSCRT എല്ലാ ചാപ്റ്ററുകളും കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് SSCRT 5th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അതുപോലെ 5th സ്റ്റാൻഡേർഡ് മുഴുവൻ തീർക്കും. അതുപോലെ 5, 7, 9 സയൻസ് മുഴുവൻ നമ്മൾ പഠിക്കും. അതുപോലെ 5, 7, 9 സോഷ്യൽ സയൻസ് മുഴുവൻ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി ഇതുപോലെ ഫ്രീ ആയി യൂട്യൂബ് ചാനൽ വഴി നമ്മൾ പഠിക്കും. ചാപ്റ്ററിൻ്റെ വലിപ്പം അനുസരിച്ച് ഇപ്പോൾ സാധാരണയായിട്ട് 5, 7, 9 5ാം ക്ലാസ് ചെറിയ ക്ലാസ് അല്ലേ, അപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാൽ 9ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വലിയ ചാപ്റ്ററുകളായിരിക്കും. അപ്പോൾ ആ ചാപ്റ്ററുകൾ നമ്മൾ 2 ഭാഗങ്ങളാക്കിയിട്ടായിരിക്കും ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ അതിനുശേഷം SSCRT ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടെലഗ്രാം ചാനലുണ്ട്. ഞാൻ ഈ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താം. ആ ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ പഠിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പോൾ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുകയും ചെയ്യാം. എത്രത്തോളം SCRT പഠിക്കണോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PSCയുടെ റാങ്കിലേക്ക് നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റർ പഠിക്കും. ആ ചാപ്റ്റർ പഠിച്ച് നമ്മളൊരു ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോൾ ക്വസ്റ്റ്യൻസ് ടെലഗ്രാം ചാനൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കും. അങ്ങനെ നമ്മൾ 5, 7, 9 കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം സോഷ്യൽ 5, 7, 9 നമ്മൾ കംപ്ലീറ്റ് ആക്കും. ദെൻ 6, 8, 10 സോഷ്യലും അതുപോലെ തന്നെ സയൻസും നമ്മൾ കംപ്ലീറ്റ് ആക്കും. അതിൻ്റെയും കറസ്പോൺസ് ആയിട്ടുള്ള പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെലഗ്രാം ചാനൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ യൂട്യൂബ് ചാനൽ ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് SCRT നമ്മൾ കംപ്ലീറ്റ് ആക്കും. അതിന് പുറമെ ബയോളജി റിലേറ്റഡ് ആയിട്ട്, സയൻസ് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ ക്ലാസ് വേണമെങ്കിൽ അതും ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതിന് ശേഷം ഞാൻ ഓരോരോ ക്ലാസ്സുകളായിട്ട്, ഫ്രീ ക്ലാസ്സുകളായിട്ട് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് തരാം. ഓക്കെ. പക്ഷേ SSCRT സീരീസ് നമ്മൾ എന്ത് ചെയ്യും, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയി പോവും. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു 6 മാസമുണ്ട്. കമ്പനി ബോർഡ് LGS എല്ലാം ഉൾപ്പെടെ പരീക്ഷകൾക്ക് നമ്മുടെ മുമ്പിൽ ഒരു 6 മാസമുണ്ട് ഇല്ലേ? ആ 6 മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പോകെ പഠിച്ചു തുടങ്ങുക. ഓക്കെ അല്ലേ? അപ്പോൾ ചെറിയ ചെറിയ ചാപ്റ്ററുകളെല്ലാം നമ്മൾ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കും. വലിയ ചാപ്റ്ററുകളിലേക്ക് കിടക്കുമ്പോൾ ചിലപ്പോൾ മേബി പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും സബ്സ്ക്രൈബിലൂടെയും എന്നെ അറിയിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസം തന്നെ പറ്റിയെങ്കിൽ നമുക്ക് 2, 3 പാർട്ടായിട്ട് വലിയ വലിയ ചാപ്റ്ററുകൾ തീർക്കാൻ പറ്റും. നിങ്ങളുടെ സപ്പോർട്ട് കൂടുന്തോറും ഞാൻ ആക്റ്റീവായിട്ട് നമ്മൾ അപ്ലോഡ് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സയൻസിലെ 5ാം ക്ലാസ്സിലെ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ. ഇന്നിപ്പോൾ പുതിയൊരു കാര്യമാണ്, ഞാൻ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഒരു ഇൻട്രോ നിങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹം സപ്പോർട്ട് എനിക്ക് വേണം, ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയും. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പുതിയതായി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ഒറ്റയല്ലൊരു ജീവിതം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഇവിടെ ഞാൻ ചാപ്റ്ററിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. 5ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുഞ്ഞു മക്കൾ പഠിക്കുന്നതല്ലേ, വലിയ കാര്യങ്ങളൊന്നും അവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അഡീഷണലായിട്ട് ആ SCRTയിൽ ഒരു പോയിൻറ്റിന് അഡീഷണലായിട്ട് വരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകും. സോ നിങ്ങളുടെ കയ്യിൽ SCRTയുടെ ഫോട്ടോ കോപ്പി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെച്ചോളുക. അതല്ലെങ്കിൽ ഒരു ചെറിയ നോട്ട്ബുക്കിൽ അഡീഷണൽ ഞാൻ പറയുന്ന പോയിൻറ്റ്സ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് ഒറ്റയല്ലൊരു ജീവിതം. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ,
ഒറ്റയല്ലൊരു ജീവിതം. നമ്മളെന്താ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത് അല്ലേ? നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ജീവികളും അവർക്ക് അവരുടേതായ ഒരു സമൂഹമുണ്ട്. അവരുടേതായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഒരു നീല പൊന്മാൻ്റെ കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. നദീതീരങ്ങളിലോ കുളക്കരയിലോ കാണപ്പെടുന്ന പൊന്മാനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗങ്ങളൊന്നും നോക്കണ്ട. ആ ഭാഗങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് എന്താ വേണ്ടത്? PSC പഠിക്കുക, ജോലി കിട്ടുക, റാങ്ക് വാങ്ങിക്കുക, ജോലി കിട്ടുക. നമുക്കതല്ലേ വേണ്ടൂ. സോ നമ്മളതൊക്കെ ജസ്റ്റ് എന്നൊരു കഥ പോലെ വായിച്ചു വിട്ടാൽ മതി. ഇവിടെ ഒന്നും വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ദെൻ ഇവിടെ നോക്കി നോക്കൂ. ഇവിടെയൊക്കെ പറയുന്ന ചെറുമീനുകളുടെ കാര്യങ്ങളും അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യം. ഇവിടെ തൊട്ട് നമുക്ക് ചെറുതായി പഠിക്കാനൊരു ഭാഗം വരുന്നുണ്ട്. കണ്ടോ? അതായത് എന്താണ് ആഹാര ശൃംഖലാ ജാലം? PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് SSC ടേബിൾസ്. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. എല്ലായിടത്തും SSC ടേബിൾസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ നോക്കി നോക്കൂ. ആഹാര ശൃംഖലാ ജാലം. എന്താണ് ആഹാര ശൃംഖലാ ജാലം എന്ന് പറഞ്ഞാൽ? ആഹാരത്തിനായിട്ട് പരസ്പരം ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സഹകരിക്കും അല്ലേ? ആശ്രയിക്കും. അതിനെയാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. ഇവിടെ എന്തില്ല? ഒരുപാട് ആഹാര ശൃംഖലകൾ പരസ്പരം കൂടിച്ചേർന്നിട്ടാണ് ആഹാര ശൃംഖല ജാലം ഉണ്ടായിരിക്കുന്നത്. ഒരു വെബാണ് അല്ലേ? ഒരു ജാലമാണ്. അവിടെ എന്തുണ്ട്? ഒന്നിലധികം ആഹാര ശൃംഖലകളുണ്ട്. സസ്യത്തിനെ മാൻ കഴിക്കുന്നു, മാനിനെ ആര് കഴിക്കുന്നു, അങ്ങനെ അങ്ങനെ കണ്ട് ഓരോ ഇരമാർക്ക് മുയല്, പുൽച്ചാടി അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആഹാര ശൃംഖല ജാലം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആഹാര ശൃംഖലകൾ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ആഹാര ശൃംഖല ജാലം ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആഹാര ശൃംഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ആഹാര ശൃംഖല എന്ന് പറഞ്ഞാൽ ആഹാര ശൃംഖല ജാലമില്ലേ? ആ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. നോക്കി നോക്കൂ. ഈ പിക്ചർ കണ്ടോ? രണ്ടാമത്തെ പിക്ചർ എന്താണ്? ഒരു ജാലം പോലെ കൊടുത്തിരിക്കുന്നത് അല്ലേ? എന്നാൽ ഒരു ശ്രേണി മാത്രമേ ഉള്ളൂ. അതായത് പുല്ലിനെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ കോഴി കഴിക്കുന്നു, കോഴിയെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ കഴുകൻ കഴിക്കുന്നു. ഇങ്ങനെ പോകുന്ന ഒരൊറ്റ ശ്രേണി മാത്രമാണെങ്കിൽ നമുക്ക് അവരെ എന്ത് വിളിക്കാൻ പറ്റും? ആഹാര ശൃംഖല എന്ന് വിളിക്കാം. ഞാൻ എന്താ പറഞ്ഞേ? നമ്മൾ ഒറ്റ ശ്രേണി. പുല്ലിനെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ കോഴി കഴിക്കുന്നു, കോഴിയെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ കഴുകൻ കഴിക്കുന്നു. അങ്ങനെ പോകുന്ന ഒറ്റ ശ്രേണിയാണെങ്കിൽ നമുക്ക് അവരെ എന്ത് വിളിക്കാൻ പറ്റും? ആഹാര ശൃംഖല എന്ന് വിളിക്കാൻ പറ്റും. ഇങ്ങനെ ഒന്നിലധികം ആഹാര ശൃംഖലകൾ ചേർന്ന് രൂപപ്പെടുന്നതാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അവിടെ നമുക്ക് കുഞ്ഞു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് പറയുന്നത് ഓരോ വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതാ ഓരോ ജീവികളൊക്കെ പറയുന്നുണ്ട് അല്ലേ? അതായത് നമുക്കറിയാം സമുദ്രം ഒരു കുഞ്ഞ് ബോക്സ് കണ്ടോ? അത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചൂടെ? സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകരാണിവ അല്ലേ? സമുദ്രത്തിലെ ഉൽപാദകരാരാണ്? പ്ലവകങ്ങളാണ് അല്ലേ? പ്ലാങ്ക്ടൺ പ്ലവകങ്ങളാണ്. ഓക്കെ, ഈ പ്ലവകങ്ങളെ കഴിക്കുന്നത് ആരാണ്? ചെറുമീനുകളാണ് അവരെ കഴിക്കുന്നത്. സ്രാവിൻ്റെ ആഹാരം എന്തൊക്കെയാണ്? കണവ, മീനുകൾ, കടലാമ, മത്തി, ചെറുമീൻ, പ്ലവകങ്ങൾ കഴിക്കുന്നു. കടലാമ എന്താ കഴിക്കുന്നത്? സസ്യഭാഗങ്ങളെയും മീനുകളെയും കഴിക്കുന്നു. ഈ ടേബിൾ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. പഠിച്ചു വയ്ക്കുന്നു വേണ്ട കുഞ്ഞു കാര്യം. പക്ഷേ തൊട്ടപ്പുറത്തുള്ള ആ ബൾബ് പോലത്തെ ലൈറ്റ് എന്നുള്ള ചെറിയൊരു ടേബിളില്ലേ, ഈ ടേബിൾ പഠിച്ചു വയ്ക്കണം. എന്താ പറയുന്നത്? നമ്മുടെ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാരാണ്? പ്ലവകങ്ങളാണ്. മീനുകൾ, സസ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരും. ഓക്കെ അല്ലേ? എന്നാൽ എല്ലാ ശൃംഖലകളും ആദ്യം ആരംഭിക്കുന്നത് എവിടെ നിന്നാ? സസ്യങ്ങളിൽ നിന്നാണ്. രണ്ട് ഡിഫറൻസ് മനസ്സിലായോ? എല്ലാ ശൃംഖലകളും ആദ്യം ആരംഭിക്കുന്നത് എവിടെ നിന്നാ? സസ്യങ്ങളിൽ നിന്നാണ്. പക്ഷേ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് ആര്? പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ പ്ലവകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? ജലാശയങ്ങളിലെ സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യായിരിക്കും? ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ്. ഓക്കെ അല്ലേ? ഇനി ആഹാര ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിവിടെ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ? മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തൊക്കെ വേണം? സൂര്യപ്രകാശം വേണം അല്ലേ? ജലസസ്യങ്ങൾ വേണം, അതുപോലെ ഓക്സിജൻ വേണം. അതൊക്കെ നമുക്കറിയേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് വലിയ കാര്യങ്ങൾ പറയുന്നില്ല. നെക്സ്റ്റ് ആണ് ആവാസം. എന്താണ് ആവാസം? എന്താണ് ആവാസം? അതായത് നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം. നമുക്ക് ഒരു ജീവിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അതിന് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ചുറ്റുപാടിനെ വിളിക്കുന്ന പേരാണ് ആവാസം എന്ന് പറയുന്നത്.
ഉദാഹരണം പറയാച്ചാൽ നമ്മുടെ വയൽ, പുൽമേടുകൾ, മരുഭൂമി, അതുപോലെ ധ്രുവപ്രദേശങ്ങൾ, കണ്ടൽക്കാടുകൾ, സമുദ്രം, വനം ഇതെല്ലാം എന്തിൽ വിടും? ആവാസത്തിൻ്റെ ഉദാഹരണങ്ങളിൽ പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ആവാസത്തിൽ എന്തൊക്കെയുണ്ട്? ജൈവ ഘടകങ്ങളുണ്ട്, അജൈവ ഘടകങ്ങളുണ്ട്. നോക്കി നോക്കൂ. നമ്മുടെ വയലെടുക്കുകയാണെങ്കിൽ വയലിൽ ജൈവ ഘടകങ്ങൾ എന്തൊക്കെയാ? പുൽച്ചാടി, തവള, മണ്ണിര, അല്ലേ, പക്ഷികൾ, ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അജൈവ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? സസ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ കാറ്റ്, മണ്ണ്, അതൊക്കെ അവർക്ക് അവിടെ ആവശ്യമാണ് നിലനിൽക്കാൻ, അല്ലേ? അപ്പോൾ ഏതൊരു ആവാസ വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാലും അതിൽ ജൈവ ഘടകങ്ങളും ഉണ്ടാവും, അജൈവ ഘടകങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ആവാസം എന്ന് പറഞ്ഞാൽ? നിരവധി ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം. അതിനുദാഹരണമാണ് നമ്മുടെ വയലൊക്കെ നമ്മൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞിട്ടേ ഉള്ളൂ. നമുക്കതൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ദെൻ നെക്സ്റ്റ് ഒരു ആഹാര കാർഡിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതാ ഒരു ശൃംഖല കണ്ടോ? ഒരു ആഹാര ശൃംഖല. പുല്ലിനെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ കോഴി കഴിക്കുന്നു, കോഴിയെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ പുലി കഴിക്കുന്നു. ദെൻ അപ്പം എന്തായി? ഒരു ആഹാര ശൃംഖല വന്നു, അല്ലേ? വീണ്ടും കടുവ എന്ത് കഴിക്കുന്നുണ്ട്? മാനിനെ കഴിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും കൂടി വരുമ്പോൾ എന്തായി? ആഹാര ശൃംഖല ജാലം ഫോം ചെയ്തു, അല്ലേ? ഒരുപാട് ആഹാര ശൃംഖലകൾ കൂടിച്ചേർന്നിട്ടാണ് എന്ത് രൂപപ്പെടുന്നത്? ആഹാര ശൃംഖല ജാലം രൂപപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഒരു കടുവ സംരക്ഷണത്തിനെ കുറിച്ചിട്ടൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്താണ് കടുവ സംരക്ഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭക്ഷ്യശൃംഖലയിലെ ഉയർന്ന കണ്ണിയിൽപ്പെടുന്നൊരു ജീവിയാണ് കടുവ എന്ന് പറയുന്നത്. കടുവയ്ക്ക് എന്ത് ചെയ്യാം? ആവാസ വ്യവസ്ഥയിൽ വളരെ വളരെ വലിയ പ്രാധാന്യം തന്നെ കടുവയ്ക്ക് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്നാണ് ആഗോള കടുവ ദിനം? എന്നാണ് ആഗോള കടുവ ദിനം? എന്നാണ്? ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കി നോക്കൂ. ജൂലൈ 29 ആഗോള കടുവ ദിനം. ആഗോള കടുവ ദിനം എന്ന് പറയുന്നത് ജൂലൈ 29. ഓക്കെ, എന്നാൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ത്യ ഗവൺമെൻറ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് എന്നാണ്? ഇന്ത്യ ഗവൺമെൻറ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് 1973 ഏപ്രിൽ 1. ഓക്കെ, ഇന്ത്യ ഗവൺമെൻറ് പ്രൊജക്റ്റ് ടൈഗർ കൊണ്ടുവന്നത് 1973 ഏപ്രിൽ 1 ഇതൊന്നും SCERTയിലെ പോയിന്റ് അല്ല, അഡീഷണൽ പോയിന്റാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് കമൻ്റ് ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. എന്ത് നിങ്ങളുടെ സജഷൻസ് ഞാൻ പരിഹരിക്കും, മീൻസ് ഞാനത് ഉൾക്കൊള്ളും. കാരണം നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മാക്സിമം കണ്ടന്റ് തരിക, മ്യൂച്വലി അത് നമുക്ക് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, എന്ത് നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് ആയിട്ട് ക്ലാസ് വേണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു സയൻസ് ടോപ്പിക്സിൻ്റെ ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ആ ടോപ്പിക്ക് മാത്രമായിട്ട് നമുക്ക് വേറൊരു പ്ലേലിസ്റ്റിൽ ഇടാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അടുത്തൊരു ഭാഗമാണ് അധിനിവേശക്കാർ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഭാഗമല്ല അധിനിവേശക്കാർ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുമില്ല. പുതിയ SSCRTയിലുള്ള ഒരു പോയിൻ്റാണിത്. സോ അതിൽ ഓരോ പോയിന്റും നമുക്ക് നോക്കി നോക്കാം. എന്താ പറയുന്നത്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഒരു പോയിന്റ് ആയിട്ട് കൊടുക്കാം, അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റേറ്റ്മെൻറ്റ് 3 ആയിട്ട് കൊടുക്കാം. ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. അധിനിവേശം എന്ന് പറയുമ്പോൾ എന്താ? പുറം നാടുകളിൽ നിന്ന് ഇവിടെ വന്ന് വളർന്ന് പെരുകി വന്ന ഒരു സാധനം, അല്ലേ? ചില ജലാശയങ്ങളിൽ എന്ത് ചെയ്യുന്നു? അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ഇതെന്താണ്? ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. നമ്മുടെ ജലാശയങ്ങളിലുള്ള സാധാരണ മത്സ്യങ്ങളെയാണ് ഈ ആഫ്രിക്കൻ മുഷി എന്ത് ചെയ്യുന്നത്? ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. ഇവർ മൊത്തം ഇവർക്ക് വളരാം. ഈ ആഫ്രിക്കൻ മുഷിക്ക് വളർന്ന് വലുതാകാൻ വേണ്ടിയിട്ട് ജലാശയങ്ങളിലെ എല്ലാ മത്സ്യങ്ങളെയും ഇവർ ഭക്ഷിക്കുകയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ആ മത്സ്യങ്ങൾക്കൊന്നും ജീവിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും? ആവാസ വ്യവസ്ഥ മുഴുവൻ തകിടം മറിയും, അല്ലേ? അവിടുത്തെ മറ്റുള്ള മത്സ്യങ്ങളെ മുഴുവൻ ഈ ആഫ്രിക്കൻ മുഷി കഴിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ ആവാസ വ്യവസ്ഥ മുഴുവൻ തകിടം മറിഞ്ഞ് പോവുമായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് പറയുന്നത്. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഒരു കുഞ്ഞിതാ കണ്ടോ, ഒരു ആഹാര ശൃംഖല നോക്കൂ. നമ്മളിത് ആദ്യമേ പറഞ്ഞു പോയെന്ന് മാത്രം. ആഹാര ശൃംഖല കണ്ടോ, അതായത് ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. പുല്ലിനെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ കോഴി കഴിക്കുന്നു, കോഴിയെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ കഴുകൻ കഴിക്കുന്നു എന്നിങ്ങനെ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കണ്ണി പുല്ലാണ്, അവസാനത്തെ കണ്ണിയുടെ ആരാ കിടക്കുന്നത്, കഴുകനാണ്. ഓക്കെ, കുഞ്ഞു കാര്യങ്ങൾ, ചെറിയ കുട്ടികളുടെ ഭാഗമല്ലേ. നെക്സ്റ്റ് ആണ് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. ആ ഹെഡിങ് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ് ആഹാര നിർമ്മാണം, പ്രകാശ സംശ്ലേഷണം അല്ലേ. അതെങ്ങനെയാണ് സസ്യങ്ങളിൽ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അതൊന്ന് പറയൂ. നമുക്കറിയാം എന്തൊക്കെയാണ് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് വേണം, അതുപോലെ തന്നെ എന്താ, ജലം വേണം, ഓക്സിജൻ വേണം അല്ലേ. സോറി, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ജലം വേണം, സൂര്യപ്രകാശം വേണം. വേണ്ടേ. ഓക്സിജൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് സസ്യങ്ങൾ പുറത്തു വിടുന്നുണ്ട്. ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. എന്താ പറയുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. ഓക്കെ, ശരി. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതും ശരിയാണ് അല്ലേ. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കാം. കാരണം എന്താ, പ്രകാശ ഊർജ്ജമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അവരെ പ്രകാശ സംശ്ലേഷണം എന്ന് വിളിക്കാൻ പറ്റും. ഇതെന്താ സഹായിക്കുന്നത്, ഇലകളിലെ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു വർണ്ണകം വെച്ചിട്ടാണ് ആഹാര നിർമ്മാണത്തിനായിട്ട് സഹായിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടുന്നുണ്ട്, ഓക്സിജൻ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്, ഓക്സിജൻ കിട്ടുന്നു, പിന്നെ എന്തൊക്കെയാണ് കിട്ടുന്നത്, ഗ്ലൂക്കോസും കിട്ടുന്നുണ്ട്. ഓക്കെ, എനർജി വേണ്ടേ. ഗ്ലൂക്കോസും ഓക്സിജനും ആണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി നമുക്ക് കിട്ടുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മൾ ഓക്സിജൻ വെച്ചിട്ടല്ലേ ശ്വസിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ സസ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. സസ്യങ്ങളും ചെറിയ തോതിൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവർ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി നമ്മളെല്ലാവരും ശ്വസനത്തിൻ്റെ ഫലമായി പുറത്ത് വിടുന്ന ഏത് വാതകമാണ്, കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മളെല്ലാവരും നമ്മുടെ സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ശ്വസനത്തിൻ്റെ ഫലമായി നമ്മൾ എന്ത് പുറത്തു വിടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. സസ്യങ്ങൾ ശ്വസനത്തിൻ്റെ ഫലമായി എന്ത് പുറത്തു വിടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. പക്ഷേ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൽ എന്തെടുക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ പുറത്തു വിടുന്നുണ്ട്. ക്ലിയർ അല്ലേ. ഓക്കെ, കുഞ്ഞു കാര്യങ്ങളിൽ നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്കവിടെ പഠിക്കാനായിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി ചില ഇലകൾ നോക്കി നോക്കൂ. ചില ഇലകൾക്ക് ഒരു പ്രത്യേകത കാണാം അല്ലേ. കണ്ടോ, ചില ഇലകൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്, ഒരു പ്രത്യേക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അല്ലേ. ഓരോ ഇലകൾ നിരീക്ഷിച്ച് അവരെ ക്രമീകരിച്ചിരിക്കുന്നത് പറയാനാണ് പറയുന്നത്. ചെമ്പരത്തി, തുളസി, ഏലംപാല, അങ്ങനെ പലർക്കും പല രീതിയിലുള്ള ഒരു ക്രമീകരണമുണ്ട്. എന്താണ് ഈ ക്രമീകരണം എന്ന് പറയുന്നത്, അതായത് ഒരു ചെടിയുടെ തണ്ട് നോക്കി നോക്കൂ. തണ്ട് കാണുന്നില്ലേ, ഡാർക്ക് ഗ്രീൻ കളറിലെ ഒരു തണ്ട് കാണുന്നില്ലേ, ഒരു തണ്ട് കാണുന്നില്ലേ. അപ്പോൾ ഒരു ചെടിയുടെ തണ്ടിലെ ഇലകളെ ക്രമീകരിച്ചിരിക്കുന്നത്, ഇത് നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വേറെ എവിടെയും ശ്രദ്ധിക്കാതെ പിക്ചറിലേക്ക് നോക്കിയിരിക്കുക കേട്ടോ. ആ കാണുന്ന 3 പിക്ചറിലേക്ക് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കൂ. ഓക്കെ, എന്താ പറയുന്നത്, ഒരു ചെടിയുടെ തണ്ടിൽ ഇലകളെ ക്രമീകരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിന്യാസം അല്ലെങ്കിൽ ഫില്ലോടാക്സി എന്ന് പറയുന്നത്. തണ്ടിൽ ഇലകളെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ക്രമീകരണത്തെ വിളിക്കുന്ന പേരാണ് വിന്യാസമെന്നോ അല്ലെങ്കിൽ ഫില്ലോടാക്സി എന്നോ പറയുന്നു. പ്രധാനമായിട്ടും 3 രീതിയിലുള്ള വിന്യാസങ്ങളാണ് ഉള്ളത്. ഏകാന്തര വിന്യാസം, എതിർ വിന്യാസം, സർപ്പിള വിന്യാസം. ഫസ്റ്റ് പിക്ചർ കണ്ടോ, ചെമ്പരത്തി പോലുള്ളവ എഴുതിയിട്ട് മാവ് എന്നൊക്കെ എഴുതിയിട്ടൊരു പിക്ചർ കണ്ടോ, അതാണ് നമ്മുടെ ഏകാന്തര വിന്യാസം. അതിലെന്താ നോക്കി നോക്കൂ, ഒരു പർവ്വം, ഒരു നോഡുണ്ട്, അതിൽ നിന്നും ഒരു വശത്തേക്ക് ഒരു ഇല, അടുത്തൊരു പർവ്വം അല്ലേ, ഒരു കുഞ്ഞു പോയിന്റ് ഉണ്ട്, അതിനാണ് ഈ പർവ്വം എന്ന് വിളിക്കുന്നത്, നോഡ് എന്ന് പറയും. ആ പർവ്വത്തിൽ നിന്നും അടുത്തൊരു ഇല, അടുത്തൊരു പർവ്വം, അതിൽ നിന്നും അടുത്തൊരു ഇല, ഇങ്ങനെ 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 ഒരു പർവ്വത്തിൽ നിന്നും ഒരു ഇല ഒരു വശത്തേക്ക് എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് അവരെന്ത് വിളിക്കാം, ഏകാന്തര വിന്യാസം എന്ന് വിളിക്കാം. എന്താണ്, ഒരു പർവ്വത്തിൽ നിന്നും ഒരു വശത്തേക്ക്
ഒരു ഇല എന്ന രീതിയിലാണെങ്കിൽ, ഒരു പർവ്വത്തിൽ നിന്നും ഒരു വശത്തേക്ക് ഒരു ഇല എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഏകാന്തര വിന്യാസം എന്ന് വിളിക്കാനായിട്ട് പറ്റും. അതിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ മാവ്, ചെമ്പരത്തി, പിന്നെ നമ്മുടെ റോസ, അതൊക്കെ ഉദാഹരണങ്ങളായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ. രണ്ടാമത്തെ നോക്കി നോക്കൂ. അതിനെ വിളിക്കുന്ന പേരാണ് എതിർ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ എതിർ വിന്യാസം? ഒരു പർവ്വത്തിൽ നിന്നും ഇരുവശത്തേക്കുമുള്ള ഓരോ ഇലകൾ, അല്ലേ, രണ്ട് വശത്തേക്ക് പോയിട്ടുണ്ട്, പക്ഷെ ഒരു പർവ്വേ ഉള്ളൂ, രണ്ട് സൈഡിലേക്കും പോയിട്ടുണ്ട്, അതാ പറയുന്നത്. ഒരു പർവ്വം അല്ലെങ്കിൽ ഒരു നോഡിൽ നിന്നും ഇരുവശത്തേക്ക് ഓരോ ഇലകൾ എന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെന്ത് വിളിക്കാം? എതിർ വിന്യാസം എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഞാൻ ഇതിനങ്ങനെ റിപ്പീറ്റ് പറയണമെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇതിൽ എഴുതുന്നില്ലല്ലോ, അപ്പം നിങ്ങൾക്കത് മനസ്സിലായി നോട്ടാക്കി വെക്കണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം എന്താ പറഞ്ഞേ? ഒരു പർവ്വത്തിൽ നിന്നും ഇരുവശത്തേക്കും ഓരോ ഇലകൾ എന്ന രീതിയിലുള്ള ക്രമീകരണമാണെങ്കിൽ നമുക്ക് അവരെന്ത് വിളിക്കാൻ പറ്റും? എതിർ വിന്യാസം എന്ന് വിളിക്കാനായിട്ട് പറ്റും. അപ്പോൾ അപ്പുറവും ഇപ്പുറവും ഇലകൾ ഉണ്ടായിരിക്കും. ഓക്കെ. അതിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ തെച്ചി, തുളസി, പേര എന്നിവ എതിർ വിന്യാസത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ അല്ലേ? അടുത്തതാണ് മൂന്നാമത്തെ കണ്ടോ? അതിനെ വിളിക്കുന്ന പേരാണ് സർപ്പിള വിന്യാസം എന്ന് പറയുന്നു. എന്താണ് സർപ്പിള വിന്യാസം എന്ന് പറഞ്ഞാൽ? ഒരു പർവ്വമുണ്ട്, അതിന് ചുറ്റും എന്താ, മൂന്നോ അതിലധികമോ ഇലകളാണ്. ഒരിലയാണോ കാണുന്നത്? രണ്ടെണ്ണാണോ മൂന്നെണ്ണാണോ? അല്ല, മൂന്നോ അതിലധികമോ. മിനിമം എത്ര എണ്ണം ഉണ്ടായിരിക്കും? മൂന്നെണ്ണം ഉണ്ടായിരിക്കും. ഓക്കെ. മൂന്നോ അതിലധികമോ ഇലകളുണ്ടെങ്കിൽ നമുക്ക് അവരെന്ത് വിളിക്കാം? സർപ്പിള വിന്യാസം എന്ന് വിളിക്കാനായിട്ട് പറ്റും. അതിന് ഉദാഹരണങ്ങളാണ് അരളി, സൂര്യകാന്തി, ഏയിലം പാല. സൂര്യകാന്തി ഉണ്ട് കേട്ടോ. അരളി, സൂര്യകാന്തി, ഏയിലം പാല എന്നിങ്ങനെയുള്ളത് അതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഒരു ചെടിയുടെ തണ്ടിൽ ഇലകളെ ക്രമീകരിച്ചിരിക്കുന്നതിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? വിന്യാസം അല്ലെങ്കിൽ ഫിലോടാക്സി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. 3 ടൈപ്പ് പഠിച്ചു. ഫസ്റ്റ് വൺ, ഒരു പർവ്വത്തിൽ നിന്നും ഒരു ഇല ഒരു വശത്തേക്ക് മാത്രം, എന്താ വിളിച്ചത്? ഏകാന്തര വിന്യാസം. ഒരു പർവ്വത്തിൽ നിന്നും രണ്ട് വശത്തേക്കും ഓരോ ഇല, എന്താ വിളിച്ചത്? എതിർ വിന്യാസം. ഇനി ഒരു പർവ്വത്തിൽ നിന്നും 3 അതിലധികമോ ഇലകളാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? സർപ്പിള വിന്യാസം. ഉദാഹരണം നിർബന്ധമായും പഠിക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആണ് ഇലപ്പച്ചയ്ക്കും പിന്നിൽ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. ഓരോ ഇലയുടെ നിറങ്ങളാണ്. ചീരയുടെ ഇലയുടെ നിറം എന്താ? ചുവപ്പ് നിറം, അങ്ങനെ പറയുന്നുണ്ട്. നമുക്കറിയുന്നൊരു കുഞ്ഞു കാര്യമാണ്, ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ഇത് നമുക്കറിയാം, നന്നായി നമ്മൾ PSCക്ക് പഠിക്കുമ്പോഴും SSCRT വായിക്കുമ്പോഴൊക്കെ നമുക്ക് തറോ നോളജ് അല്ലേ. എന്നിരുന്നാലും എക്സാം ഹോളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? മറ്റു ഓപ്ഷൻസ് കാണുമ്പോൾ ടെൻഷൻ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടി വായിച്ചോളൂ. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ്, പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. നോക്കൂ, ഇലകളിലെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ. കണ്ണടച്ചെന്നെ പറഞ്ഞോളൂ. ഇലകളിലെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ. ഓറഞ്ച് നിറത്തിന് കാരണമാകുന്ന വർണ്ണകം ഏതാണ്? കരോട്ടിൻ. ഓറഞ്ച് നിറം കരോട്ടിൻ. മഞ്ഞ നിറത്തിന് കാരണമാകുന്നത് സാന്തോഫിൽ. മഞ്ഞ കണ്ടപ്പോൾ സന്തോഷമായി എന്ന് ഓർത്താൽ മതി അല്ലേ? മഞ്ഞ നിറത്തിന് സാന്തോഫിൽ. ഞാൻ അങ്ങനെ ഓർത്ത് വെച്ചത്. മഞ്ഞ സന്തോഷം. മഞ്ഞ എപ്പോഴും കണ്ണിന് ഒരു കുളിർമയാകുന്ന നിറമല്ലേ? അതുകൊണ്ട് മഞ്ഞ കണ്ടപ്പോൾ സന്തോഷമായി അല്ലേ? ഓറഞ്ച് എന്താ? ഓറഞ്ചിൻ്റെ കരോട്ടിൻ അല്ലേ? ഓറഞ്ചിൻ്റെ കരോട്ടിൻ കായ എന്ന് ഓർക്കുക. ദെൻ ചുവപ്പ് ആന്തോസൈൻ. അയ്യോ അയ്യോ എന്നൊക്കെയല്ലേ നമ്മൾ ചുവപ്പ് കാണുമ്പോൾ പറയുക. അയ്യോ, അപ്പോൾ എന്താ? ചുവപ്പ് ആന്തോസയാനിൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാതക വിനിമയം സസ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് നോക്കി നോക്കൂ. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കാണിക്കുന്ന ചിത്രീകരണം നോക്കൂ. കണ്ടോ? അങ്ങനെയാണെങ്കിൽ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാ? ആ പിക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം, നൈട്രജൻ അല്ലേ? രണ്ടാമത് ഏതാ? ഓക്സിജൻ. മൂന്നാം സ്ഥാനം ആർഗൺ. നാലാം സ്ഥാനം മറ്റുള്ളവ. മറ്റുള്ളവ വെച്ചാൽ ബാക്കി ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, മറ്റുള്ള ഏതെങ്കിലും. ഓക്കെ. ഓക്കെ. അങ്ങനെയാ വെച്ചാൽ നമുക്കൊരു കോഡ് രീതിയിൽ പറയുകയാണെങ്കിൽ
മറ്റുള്ളവ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെടുക്കാം? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ളവയൊക്കെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പി എസ് സിക്ക് എല്ലായ്പ്പോഴും പഠിക്കുന്ന ഒരു കോഡുണ്ട് അല്ലേ? അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് എങ്ങനെയാണ്? നോ എ സി അല്ലേ? അന്തരീക്ഷത്തിൽ എന്ത് വേണ്ട? എ സി വേണ്ട. അപ്പോൾ എങ്ങനെയാണ് പറയുക? നോ എ സി. നോ എന്ന് പറയുമ്പോൾ നൈട്രജൻ അല്ലേ? അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാ? നൈട്രജൻ. നോ. ഓ എന്താണ്? ഓക്സിജൻ. എ സി. എ എന്താണ്? ആർഗൺ. സി എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നൈട്രജൻ, രണ്ടാം സ്ഥാനം ഓക്സിജൻ, മൂന്നാം സ്ഥാനം ആർഗൺ, നാലാം സ്ഥാനം കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ മറ്റുള്ള ബാക്കിയുള്ളതും ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അത് കിട്ടി. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് അന്തരീക്ഷ ശ്വസനത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ? എന്താ? സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസിക്കാൻ വേണ്ടി എന്തെടുക്കുന്നുണ്ട്? ബുക്ക് നോക്കാതെ ഒന്ന് പറഞ്ഞു നോക്കി. എല്ലാ ജീവികളും ശ്വസിക്കാൻ എന്തെടുക്കുന്നുണ്ട്? ഓക്സിജൻ ഉപയോഗിക്കുന്നു. ശ്വസന ഫലമായി എന്ത് പുറത്തു വിടുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നുണ്ട്. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. ദെൻ സസ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് അവർ ഉപയോഗിക്കുന്നു. ദെൻ അവർ ഓക്സിജൻ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് കളയുന്നു. അപ്പോൾ നോക്കൂ, സസ്യങ്ങളിലെ ഓക്സിജൻ പുറത്തോട്ട് പോകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അകത്തോട്ട് പോകുന്നു അല്ലേ? ശ്വസന സമയത്ത് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ അകത്തോട്ട് പോകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നു. ഇങ്ങനെ ഇവർക്ക് വാതക വിനിമയം നടത്താം. വേണ്ടേ? ഇങ്ങനെ വാതക വിനിമയം നടത്താൻ വേണ്ടിയിട്ട് ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ എന്താണ് ആസ്യരന്ധ്രം? കുഞ്ഞൊരു പിക്ചർ കണ്ടോ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ മൈക്രോസ്കോപ്പിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താണ്? അതായത് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറം തള്ളുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും വാതക വിനിമയം നടത്താൻ വേണ്ടി സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളെ വിളിക്കുന്ന പേരാണ് ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നേരിട്ട് കാണാൻ സഹായിക്കുന്ന ഒന്നാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സ്റ്റൊമാറ്റ, അതാണ് ഇതിലേക്കുള്ള സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. ഇതിനകത്തിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നതും ഈ സുഷിരങ്ങളിലൂടെ തന്നെയാണ്. കണ്ടോ? രാത്രിയായപ്പോൾ നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസന ഫലമായി എന്ത് ചെയ്തു? പുറത്തു പോയി ഓക്സിജൻ അകത്തേക്ക് വന്നു അല്ലേ? ശ്വസിക്കുകയാണ് അവർ. അപ്പോൾ ഓക്സിജൻ എടുത്തു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് എടുത്തു. പകൽ സമയങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻടേക്ക് എടുത്തു, ഓക്സിജൻ ഔട്ടേക്ക്. ഓക്കെ അല്ലേ? ഇനിയുള്ളത് ആതിഥേയനും അതിഥികളും എന്ന് പറയുന്ന ചെറിയൊരു ഭാഗമാണ്. ഓക്കെ അല്ലേ? മാവ്, മരവാഴ. മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. അപ്പോൾ ഇത്തിൽക്കണ്ണി പറയാണ്, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കും, പക്ഷെ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പോൾ മൂടില്ലാത്താളി പറയുന്നുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യുന്നില്ല, പോഷകഘടകങ്ങളെല്ലാം ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. മരവാഴ പറയേണ്ട, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കും, പക്ഷേ എനിക്കിരിക്കാൻ സ്ഥലം മതി. ഈ 4 പോയിന്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 4 ടീമുകളെ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കിയാലോ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ടോ, ഇവർ പലരും പല രീതിയിലുള്ള സംഭാഷണങ്ങൾ പറയുന്നുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യം എപ്പിഫൈറ്റുകൾ. എന്താണ് എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് അതായത് വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നവരെ നമുക്ക് എന്ത് വിളിക്കാം? എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കാൻ പറ്റും. ഇവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവരെ ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിപ്പിച്ച് പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടിയിട്ടും കട്ടി കൂടിയ, ഇവർക്ക് 2 ടൈപ്പ് വേരുകൾ ഉണ്ടാവും. ചെറിയ വേരുകളുണ്ടാവും, കട്ടി കൂടിയ വേരുകളും ഉണ്ടായിരിക്കും. ചെറിയ വേരുകൾ എന്ത് ചെയ്യും? മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടിയിട്ടും കട്ടി കൂടിയ വേരുകളും അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. ഓർക്കിഡ്, മരവാഴയ്ക്ക് അതൊരു ഉദാഹരണമാണ്. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഓർക്കിഡ്, മരവാഴ. അപ്പോൾ എന്താണ്? ഓർക്കിഡിനും മരവാഴയ്ക്കൊക്കെ 2 ടൈപ്പ് വേരുകളായിരിക്കും ഉണ്ടാവുക. കട്ടിയുള്ള വേരുകൾ ഈർപ്പം വലിച്ചെടുക്കാനും ചെറിയ വേരുകൾ എന്ത് ചെയ്യും? മരത്തിൽ പറ്റി പിടിച്ച് നിൽക്കാനും സഹായിക്കും അല്ലേ? അങ്ങനെ ഇവർക്ക് എന്ത് മതി? വാസസ്ഥലം മാത്രം മതി. ഫുഡും വേണ്ട, വെള്ളം വേണ്ട, പോഷകങ്ങളൊന്നും വേണ്ട. പക്ഷെ അവർക്ക് അവിടെ താമസിച്ചാൽ മാത്രം മതി അല്ലേ? അത്തരത്തിലുള്ള സസ്യങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? എപ്പിഫൈറ്റുകൾ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ.
ദെൻ നെക്സ്റ്റ് ആണ് ഒരു ഇത്തിൽക്കണ്ട പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത്തിൽക്കണ്ട കാര്യം എന്താ പറയുന്നത്? അതായത് ഇവർ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്തിട്ട് സ്വയം ആഹാരം നിർമ്മിക്കും. പൂർണ്ണമായിട്ടും അവരെന്ത് ചെയ്യുന്നില്ല, ഒരു സസ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനെ നാശാക്കുന്നില്ല. എന്നാൽ കുറച്ച് വേണ്ട ജലവും ലവണങ്ങളും അവരെ വലിച്ചെടുക്കുന്നുമുണ്ട് അല്ലേ. അപ്പോൾ അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? അർദ്ധപരാദങ്ങൾ എന്ന് വിളിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താ അർദ്ധപരാദങ്ങൾ എന്ന് പറഞ്ഞാൽ? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണി, ചന്ദനം ഇതൊക്കെ. ഓക്കെ അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ജലവും ലവണവും മാത്രം എടുക്കുന്നുണ്ട്. മുഴുവൻ എന്നിട്ട് അവർ സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരം പാകം ചെയ്യുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണിയും ചന്ദനം ഒക്കെ. അത് അർദ്ധപരാദങ്ങളാണ്. ഓക്കെ അല്ലേ. ഇനി മൂടിലാത്താളിയുടെ പിക്ചർ കൊടുത്തു കണ്ടോ. അവരെന്താ ചെയ്യുന്നുണ്ടാവുക? അവരെ പൂർണ്ണ പരാദങ്ങളാണ് അല്ലേ. ആതിഥേയ സസ്യത്തിൽ നിന്നും എന്ത് ചെയ്യും? പോഷകഘടകങ്ങൾ മുഴുവൻ ജലം, ലവണം, പോഷകഘടകങ്ങൾ മുഴുവൻ വലിച്ചെടുക്കുന്നവരാണ് പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നത്. മൂടിലാത്താളി, റഫ്ലേഷ്യ എന്നിങ്ങനെ ഉദാഹരണമാണ്. പൂർണ്ണപരാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ. പോഷകങ്ങൾ മുഴുവൻ വലിച്ചെടുക്കുന്നത് മൂടിലാത്താളി എന്തിനാണ്? പൂർണ്ണപരാദത്തിന് ഉദാഹരണമാണ് എന്നാണ് പറയുന്നത്. കിട്ടിയല്ലോ. ഇവിടെ നമ്മൾ കുറച്ച് വിലയിരുത്താം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ടുള്ള അറിയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ചുവപ്പ് നിറത്തിൽ എന്താ സഹായിക്കുന്നത്? ചുവപ്പ് നിറത്തോട് കൂടിയ ഇലകളിലെ സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? എനിക്ക് കുഞ്ഞു കുഞ്ഞ് ആൻഡോസയാനല്ലേ ചുവപ്പ് നിറം പിഗ്മെൻറ്റ് കാണിക്കുന്നത്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് പുതിയൊരു സീരീസ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററാണ് വ്യാധികൾ പടരാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം നാളെ തന്നെ ഞാൻ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യാം. നമുക്ക് അതിൽ കുറച്ച് വാക്സിനേഷൻസ് പഠിക്കാനുണ്ട്. ഒരു കോഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കോഡ് കൊടുക്കാൻ നാളെ ഞാൻ ക്ലാസ്സുമായിട്ട് വരാം. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ് ആയിട്ട് ഞാൻ വരുള്ളൂ. നിങ്ങൾ ലൈക്ക് അടിച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്കത് സാധ്യമാവുകയുള്ളൂ. സോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. എന്തെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങളുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ച് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്